അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പിലെ ഫസ്റ്റ് ടൈഗർ സൈറ്റിംഗ് ഇവിടുത്തെ ടൂറിസം സോണിലെ ഏറെ ഫേമസ് ആയ P15 എന്ന ക്യാമറ കോഡ് സൂം ചെയ്ത് നോക്കിയപ്പോൾ പുല്ലിൻ്റെ ഇടക്കോടെ ലെപ്പേഡ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റി. നമ്മുടെ വണ്ടിയിൽ ടയർ പഞ്ചറായിട്ടാ. മരത്തിൽ കൈകൊണ്ടോ മുഖം കൊണ്ടോ കുറച്ച് സെൻറ്റ് മാർക്കിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ പോകുന്നത് മധ്യപ്രദേശിലോട്ടാണ്. അവിടുത്തെ പ്രധാന ടൈഗർ റിസർവുകളായ പന്ന, ബാന്ധവ്ഗർ, പെഞ്ച് എന്നീ 3 സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ ഇത്തവണത്തെ യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് മധ്യപ്രദേശിലുള്ള ജബൽപൂരിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. മൊത്തം 9 ദിവസമുള്ള ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ വേറെ 3 പേരും കൂടി ഉണ്ട്. അവരെല്ലാം ബാംഗ്ലൂരിലുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരാണ്. ഫ്ലൈറ്റിലുള്ള എല്ലാ സീറ്റിൻ്റെ ഫ്രണ്ടിലും ഒരു മാഗസിൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കവർ പേജിൽ കൊൽക്കത്തയിലെ സുന്ദർബൻസിൽ നിന്നെടുത്ത ഒരു അടിപൊളി കടുവയുടെ പടം. ഇതൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, ഇവിടെ നിന്ന് ഇൻഡോറിലേക്കാണ് ഈ ഫ്ലൈറ്റ്. ഇൻഡോറിൽ 5 മണിക്കൂർ ഹാൾട്ട് ചെയ്തതിന് ശേഷം വേറൊരു ഫ്ലൈറ്റിലാണ് നമ്മൾ ജബൽപൂർ എയർപോർട്ടിലെത്തിയത്. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെയും ഫോട്ടോസ് അവർ ഈ എയർപോർട്ടിൽ ചുറ്റും വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കുള്ള ക്യാബ് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മധ്യപ്രദേശിലെ പന്ന ജില്ലയിലുള്ള പന്ന ടൈഗർ റിസർവിലേക്കാണ്. ജബൽപൂർ എയർപോർട്ടിൽ നിന്ന് 230 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. റോഡൊന്നും അത്ര അടിപൊളി അല്ലാത്തതുകൊണ്ട് തന്നെ ഏകദേശം 6 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിയപ്പോൾ നമ്മളിവിടുത്തെ സ്റ്റേയിലെത്തി. ഇവിടുത്തെ സഫാരി ഗേറ്റിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുത്തെ സ്റ്റേയിലേക്ക്. പിന്നെ ഇവിടുത്തെ സഫാരി 4 മണിക്കാണ്, നമ്മുടെ നാട്ടിലുള്ള പോലെ 3 മണിക്കല്ല. അപ്പോൾ 4 മണി മുതൽ 6:45 വരുന്ന ഇവിടുത്തെ സഫാരി. എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഏകദേശം 3 മണിയോട് കൂടി നമ്മൾ സഫാരി പോയിൻ്റ് അവിടെ എത്തി. ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. എന്നാലും നമ്മൾ ആദ്യം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീപ്പാണ് ഏറ്റവും ഫ്രണ്ടിലുള്ളത് കേട്ടോ. ഈ പന്ന ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ ഇത് വെറും ഒരു പന്ന ഫോറസ്റ്റ് ആവരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. നമ്മളിവിടുത്തെ ഫോറസ്റ്റിൽ കയറിയപ്പോൾ തന്നെ ഒരു വാട്ടർ ടാങ്കർ കണ്ടു. ഇവിടുത്തെ ചെറിയ ചെറിയ പോണ്ടുകളിലൊക്കെ ഈ ടാങ്കർ വെച്ചിട്ടാണ് ഇവർ വെള്ളം നിറയ്ക്കുന്നത്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കാട് മൊത്തം വരണ്ടിരിക്കുകയാണ്. ഇതൊരു ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇന്നലെ ഒരു കടുവ ഒരു സാമ്പാടിയനെ പിടിച്ചിട്ട് ഈ പുഴയുടെ തുരുത്തിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടുവേനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി. വേനൽക്കാലത്ത് വറ്റാതെ ഒഴുകുന്ന നദിയാണ് ഈ കെൻ റിവർ. പന്ന ടൈഗർ റിസർവിൻ്റെ നടുവിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്സും ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്ന നാട്ടുവേലി തത്ത അഥവാ ഗ്രീൻ ബീ ഈറ്റർ ഇവിടെയും ഇവർ ഇഷ്ടം പോലെ ഉണ്ട്. 1994 പന്ന നാഷണൽ പാർക്കിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. ആ സമയത്ത് ഇവിടെ 30ഓളം കടുവകളുണ്ടായിരുന്നു. എന്നാൽ 2009 ആയപ്പോഴേക്കും കടുവകളുടെ എണ്ണം കുറഞ്ഞ് 0 ഇതിനുള്ളൊരു പ്രധാന കാരണമാണ് ഇവിടെ ഇല്ലീഗലായിട്ട് നടന്നുകൊണ്ടിരുന്ന മൃഗവേട്ട. കടുവകളുടെ പല്ലിനും എല്ലിനും തോലിനും എല്ലാം വിദേശ മാർക്കറ്റുകളിൽ നല്ല വില ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മൃഗവേട്ട തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഫോറസ്റ്റിലെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ ആർട്ടിഫിഷ്യൽ പോണ്ടുകൾ കാണാൻ സാധിക്കും. വേനൽക്കാലങ്ങളിലും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇതുപോലത്തെ ചെറിയ പോണ്ടിലൊക്കെ വാട്ടർ ടാങ്കർ വെച്ചാണ് ഇവർ വെള്ളം നിറക്കാറ്. എന്നാൽ വലിയ പോണ്ടിലൊക്കെ ചിലപ്പോൾ സോളാർ വെച്ചിട്ട് പമ്പ് ചെയ്തും വെള്ളം നിറക്കാറുണ്ട്. തേക്കടിയിലൊക്കെ പുള്ളിമാനുകളെ കാണാൻ പറ്റില്ല, എന്നാൽ നിറച്ച് സാമ്പാടിയറുകളായിരിക്കും. എന്നാൽ കർണാടകയിലെ ഫോറസ്റ്റുകളിലൊക്കെ പുള്ളിമാനുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ സാമ്പാടിയറുകളുടെ എണ്ണം ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടെ പുള്ളിമാനുകളിലെയും സാമ്പാടിയറുകളുടെ എണ്ണം ഏകദേശം ഒരേപോലെയാണ്. രണ്ടിനെയും നമുക്ക് കുറേ കാണാൻ പറ്റും. സഫാരി തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ബിഗ് ക്യാറ്റ്സിൻ്റെ സൈറ്റിങ്ങൊന്നും നമുക്ക് കിട്ടിയില്ല. കാട് പൊതുവെ ശാന്തമാണ്, വാണിംഗ് കോഡുകളൊന്നും കേൾക്കാനുമില്ല. ലങ്കൂറുകളെല്ലാം ഹാപ്പി ആയിട്ട് ഇരിപ്പാണ്. എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർക്കും ഈ ലങ്കൂറുകളൊക്കെ ഇതുപോലെ സമാധാനമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. ഇവരെ ഏതെങ്കിലും ലെപ്പേഡിനെയോ ടൈഗറിനെയൊക്കെ കണ്ടിട്ട് പേടിച്ച് വാണിംഗ് കോൾ കൊടുക്കുന്നത് കാണാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് ദൂരെയായിട്ടൊരു കുറ്റിക്കാട്ടിൽ ലെപ്പേഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു എന്ന്. നേരിട്ട് നോക്കിയപ്പോൾ ലെപ്പേഡിനെ ഒന്നും കാണണ്ടായിരുന്നില്ല. എന്നാൽ ക്യാമറ കോഡ് സൂം ചെയ്ത് നോക്കിയപ്പോൾ പുല്ലിൻ്റെ ഇടക്കോടെ ലെപ്പേഡ് നടക്കുന്നതായിട്ട് കാണാൻ പറ്റി.
അങ്ങനെ പുള്ളിപ്പുലിനെയൊക്കെ കണ്ട സന്തോഷത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണത് സംഭവിച്ചത്. നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ടാ. കുറച്ച് നേരം കഴിഞ്ഞല്ലോ, കടന്നിട്ട് കുറച്ചായുള്ളൂ, അപ്പോഴേക്കും ടയർ പഞ്ചറായി. തടവ് പോയപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സംഭവിച്ചത്. ഞാൻ ഇവിടെ വന്നാൽ ഇതാണ് സ്ഥിതി. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഇതുപോലെ വണ്ടി കേടാവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. മുമ്പ് ഞാൻ തടവ് പോയപ്പോൾ അവിടുത്തെ വണ്ടി ചെളിയിൽ താന്നു പോയിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് തള്ളിയൊക്കെയാണ് വണ്ടി സ്റ്റാർട്ടാക്കിയത്. ഇതാണ് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ, മഞ്ഞക്കാലി പച്ചപ്രാവ്. മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് ബേർഡാണിത്. നമ്മുടെ നാട്ടിലൊന്നും ഇതിനങ്ങനെ കാണാറില്ല. ഇവിടെ ഇഷ്ടം പോലെ പക്ഷികളുണ്ട്. എന്നാൽ നമ്മുടെ പ്രധാന ഉദ്ദേശം ടൈഗർ ആയതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് വേണ്ടി അങ്ങനെ നിർത്താറില്ല. ഒന്നില്ലെങ്കിൽ നല്ല ടൈഗർ സൈറ്റിംഗ് കിട്ടിയാലോ, അല്ലെങ്കിൽ ടൈഗർ സൈറ്റിംഗ് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലോ മാത്രമാണ് നമ്മൾ പക്ഷികൾക്ക് വേണ്ടി നിർത്താറുള്ളൂ. അങ്ങനെ കുറച്ച് പോയപ്പോൾ റോട്ടിലൊരു മരം വീണ് കിടക്കുന്നത് കണ്ടു. മരത്തിലൊക്കെ ഇഷ്ടം പോലെ പച്ചയിലുള്ളതുകൊണ്ട് തന്നെ പുള്ളിമാനുകൾക്കൊക്കെ കുശാലായി. വേനൽക്കാലങ്ങളിലൊക്കെ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ആനകളും കാട്ടികളൊന്നും ഈ ഫോറസ്റ്റിലില്ല. ഇതുപോലെ മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇതുകൂടാതെ തേക്ക് മരങ്ങളും മുളങ്കാടുകളും എല്ലാം ഇവിടെയുണ്ട്. 1500 സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 500 സ്ക്വയർ കിലോമീറ്റർ കോർ സോണും ബാക്കി 1000 സ്ക്വയർ കിലോമീറ്റർ ബഫർ സോണാണ് ഉള്ളത്. ഈ പക്ഷിയുടെ പേരാണ് സിൽക്കീർ മൽക്കോഹ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു പക്ഷിയാണിത്. വേനൽക്കാലങ്ങളിൽ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ ടൈഗർ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ വാട്ടർ സോഴ്സുകൾ. നമ്മൾ മിക്ക വാട്ടർ സോഴ്സുകളുടെ അടുത്ത് നിർത്തി പയ്യെ നോക്കിയാണ് പോകേണ്ടായിരുന്നത്. എന്തായാലും വാട്ടർ സോഴ്സിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് നാഷണൽ അനിമലിനെ കിട്ടിയില്ലെങ്കിലും നാഷണൽ ബേർഡിനെ തൽക്കാലം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ സഫാരിയിൽ പുള്ളിപ്പുലിനെ കണ്ടതൊഴിച്ചാൽ മൊത്തത്തിൽ നിരാശയായിരുന്നു. യാത്ര ചെയ്ത് വന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കിടന്നുറങ്ങി മോർണിംഗ് സഫാരിക്കായിട്ട് 4 മണിക്ക് അലാറം വെച്ച് എണീറ്റു. ഇന്നൊരു ഞായറാഴ്ചയാണ്. നമ്മളിവിടെ ഇത്ര നേരത്തെ എത്തിയിട്ടും നമ്മളതിൽ മുമ്പ് 2-3 ജീപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രാവിലെ 5:45 സഫാരി തുടങ്ങും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഈ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. പന്ന ടൈഗർ റിസർവിൽ നമ്മൾ മൊത്തം 5 സഫാരിയാണ് എടുത്തിരിക്കുന്നത്. 2 മോർണിംഗ് സഫാരിയും 2 ഈവനിങ് സഫാരിയും പിന്നെ ഒരു നൈറ്റ് സഫാരിയും. ടൈഗർ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം. ചൂട് കൂടിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും അവർ ഏതെങ്കിലും വാട്ടർ സോഴ്സിൻ്റെ അടുത്തോട്ട് പോകും. കുറച്ച് പോയപ്പോൾ തന്നെ കുറേ ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ടൈഗറിനെ ഇവർ ഇവിടെ എവിടെയോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ട്രിപ്പിലെ ഫസ്റ്റ് ടൈഗർ സൈറ്റിംഗ്. ഇവിടുത്തെ ടൂറിസം സോണിലെ ഏറെ ഫേമസ് ആയ P151 എന്ന് പറഞ്ഞ ടൈഗ്രസിൻ്റെ കബ്ബാണിത്. ഈ കടുവക്കുട്ടിക്ക് 2 വയസ്സ് ആവാറുണ്ട്. സ്വന്തമായിട്ട് ടെറിട്ടറിയൊക്കെ കണ്ടുപിടിക്കേണ്ട പ്രായേ, എന്നാലും ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് ഇവരെല്ലാം നടക്കുന്നത്. ഈ കടുവക്കുട്ടി ഒറ്റയ്ക്കല്ല, ഇതിൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടിയുണ്ട്, കുറച്ച് ദൂരമായിട്ട് കിടക്കുന്നുണ്ട്. ഈ 2 കുട്ടികളും മെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2009 ആയപ്പോഴേക്കും ഇവിടുത്തെ കടുവകളുടെ എണ്ണം 0-ലെത്തി. എന്നാൽ ഇന്ന് മൊത്തം ഇവിടെ 55 അഡൽട്ട് ടൈഗേഴ്സ് ഉണ്ട്. മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ടൈഗർ റീഇൻട്രൊഡക്ഷൻ പോളിസി കാരണമാണ് ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ടൈഗറുകളുടെ എണ്ണത്തിൽ ഇത്രയും വർധന ഉണ്ടായത്. മുതിർന്ന കടുവകളൊക്കെ മരത്തിൽ കൈകൊണ്ടോ മുഖം കൊണ്ടോ കുറച്ച് സെൻ മാർക്കിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു സെൻ മാർക്കിംഗ് ആയിട്ട് തോന്നുന്നില്ല. ചുമ്മാ എക്സസൈസ് ചെയ്യുന്നതോ അതോ ദേഹത്തുള്ള ചെള്ളുകളൊക്കെ പോകാൻ വേണ്ടി ചെയ്യുന്നതോ ആയിരിക്കാം. ടൈഗറിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു 4 ഹോൺഡ് ആൻറ്റിലോപ്പ് കോണ് കണ്ടു. കാണുമ്പോൾ ഇത് പുള്ളിമാനെ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഈ മാന് ശരിക്കും 4 കൊമ്പുണ്ട്. ഇതാണ് P151 രണ്ടാമത്തെ കുട്ടി. ഇത് മെയിൽ തന്നെയാണ്. ഇവർ 2 പേരും ഇവിടെ അടുത്തുള്ള ഒരു വാട്ടർ സോഴ്സ് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെയുള്ള മദറും പിന്നെ 2 ഫീമെയിൽ കബ്സും എവിടെയാണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ അവർ വാട്ടർ സോഴ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ അവരും വരും. ഇവരുടെ കളറും പുല്ലിൻ്റെ കളറൊക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ഇവർ പുല്ലിൻ്റെ ഇടയിൽ പോയി കിടന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൈനോക്കുലർ വെച്ച് നോക്കിയാലോ അല്ലെങ്കിൽ ക്യാമറ സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. മറ്റ് ഫോറസ്റ്റുകൾ പോലെ സഫാരിക്ക് അങ്ങനെ പ്രത്യേക സോണുകളായിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. എല്ലാ വണ്ടികൾക്കും എല്ലായിടത്തേക്കും വരാൻ പറ്റും. ഇവരുടെ 2 പേരുടെ അടുത്തായിട്ട് കുറച്ച് പുള്ളിമാനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വാണിംഗ് കോൾ പോലും കൊടുക്കണ്ടായിരുന്നില്ല. ഇവരൊന്നും ആ കടുവ അവിടെ കിടക്കുന്നത് കണ്ടിട്ടേ ഇല്ല.
അല്ലെങ്കിലും പുള്ളിമാനുകളുടെ കാഴ്ചശക്തിയൊക്കെ കുറച്ച് കുറവാണ്. ഈ കടുവക്കുട്ടികൾക്കൊക്കെ ഏകദേശം 2 വയസ്സായതുകൊണ്ട് തന്നെ ഹണ്ടിങ് എല്ലാം ഒരു അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടാവും. എന്നാലും വാട്ടർ സോഴ്സിലേക്ക് പോകണതുകൊണ്ട് തന്നെ ഹണ്ടിങ്ങിനുള്ള ഒരു മൂഡിലല്ലായിരുന്നു ഇവർ. ഈ രണ്ടാമത്തെ കടുവക്കുട്ടിക്ക് കാലിന് ചെറിയൊരു പ്രശ്നമുള്ള പോലെ തോന്നി. ചെറുതായി മുടന്തിയാണ് നടക്കുന്നത്. എന്തിനു വെറുതെ പുള്ളിമാനുകളെ കുറ്റം പറയണം? ഇത്രയും കാഴ്ചശക്തിയുള്ള ലങ്കൂർ വരെ ടൈഗർ ഇരിക്കുന്ന കറക്റ്റ് സ്ഥലത്തേക്കാണ് അവൻ നോക്കണേ, എന്നിട്ട് വരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഭാഗ്യത്തിന് കറക്റ്റ് നമ്മൾ ജീപ്പ് നിർത്തിയിട്ടോടത്തേക്ക് തന്നെ ദേ ഒരു ടൈഗർ വന്നു. 2009 ടൈഗർ ഇൻട്രൊഡക്ഷൻ പോളിസിയുടെ ഭാഗമായിട്ട് മധ്യപ്രദേശിൽ നിന്നുള്ള കാന ബാന്ധഗർ ഫോറസ്റ്റിൽ നിന്ന് 2 ഫീമെയിൽ ടൈഗേഴ്സും പെഞ്ച് ഫോറസ്റ്റിൽ നിന്ന് 1 മെയിൽ ടൈഗറിനെയും അവരിവിടേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ കടുവകൾക്ക് T1, T2, T3 എന്ന പേരും അവർ കൊടുത്തു. അതിലെ ബാന്ധഗറിൽ നിന്ന് കൊണ്ടുവന്ന ഫീമെയിൽ ടൈഗറാണ് T1. ഈ T1ൻ്റെ 5ാമത്തെ പ്രസവത്തിലെ 1ാമത്തെ കുട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടുവക്കുട്ടികളുടെ അമ്മയായ P151. പിന്നീട് 2 കടുവക്കുട്ടികളും റോഡ് ക്രോസ് ചെയ്ത് വാട്ടർ സോഴ്സിൻ്റെ അടുത്തേക്ക് പോയി. മിക്കതും അവരുടെ അമ്മയും ബാക്കിയുള്ള 2 ഫീമെയിൽ കുട്ടികളും അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഈ ഫോറസ്റ്റിൻ്റെ പേര് പോലെ അത്ര പന്ന ഫോറസ്റ്റ് ഒന്നല്ല ഇത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ വേനൽക്കാലത്ത് വന്നുകൊണ്ടാണ് അതിൻ്റെ ഭംഗി അത്ര ആസ്വദിക്കാൻ പറ്റാത്തത്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് സ്ഥലമുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടി. ഭയങ്കര സന്തോഷമായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വരാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വരണമായിരിക്കും നല്ലത്. അതാകുമ്പോൾ കാടിൻ്റെ പച്ചപ്പ് ഒട്ടും കുറയൂല, അത്യാവശ്യം നല്ല അനിമൽ സൈറ്റിങ്സ് കിട്ടുകയും ചെയ്യും. പൊതുവെ സെൻട്രൽ ഇന്ത്യയിൽ വേനൽക്കാലങ്ങളിൽ ഭയങ്കര ചൂടാണ്. മിക്കപ്പോഴും 40 ഡിഗ്രിക്ക് മുകളിലായിരിക്കും ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഫുൾ ബോഡി കവർ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ ട്രിപ്പ് പോകുന്നതിന് മുന്നേ പന്ന ടൈഗർ റിസർവിൻ്റെ എല്ലാ വ്ളോഗ്സും യൂട്യൂബിൽ നോക്കിയിരുന്നു. എന്നാൽ മലയാളത്തിലൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ആദ്യമായിട്ട് മലയാളത്തിൽ വ്ളോഗ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഒരു ഫോറസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സഫാരി അവസാനിക്കാറായപ്പോൾ ദേ ഒരു നീൽഗയുടെ മെയിലും ഫീമെയിലും 2 പേരുണ്ട്. ഈ പന്നക്കാടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. അപ്പോൾ ഇനി പന്ന ഫോറസ്റ്റിൻ്റെ അടിപൊളി കുറേ കാഴ്ചകളായുള്ള പാർട്ട് 2 എപ്പിസോഡ് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.